കരുവന്നൂരിലൂടെ CPIM-ന് മേൽ പിടിമുറുക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് അന്വേഷണ സംഘം നൽകിയ കത്തിന്റെ വിശദാംശങ്ങൾ 24-ന്. തൃശൂരിലെ പാർട്ടി അക്കൗണ്ടുകളിൽ 99% വെളിപ്പെടുത്താത്തതെന്ന് ED. കരുവന്നൂരിലെ ഇടപാടുകൾ നിയന്ത്രിച്ചത് CPIM-ന്റെ രാഷ്ട്രീയ ഉപസമിതിയെന്നും കത്തിൽ. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള തന്ത്രമെന്ന് മുഖ്യമന്ത്രി. MM വർഗീസും PK ബിജുവും ED-ക്ക് മുന്നിൽ. കേരളത്തിലെ അന്തിമ സ്ഥാനാർത്ഥി ചിത്രം ഇന്ന് തെളിയും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ഉച്ചയ്ക്ക് 3 മണി വരെ സമയം. 24 പ്രീ പോൾ സർവേയുടെ 2ാം ഘട്ടം ഇന്ന് രാത്രി 7 മണി മുതൽ. 24-ന്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി ഇവിടെ രാഷ്ട്രീയം പറയാം ഇന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ. വേണു ബാലകൃഷ്ണൻ നയിക്കുന്ന സംവാദം ആലുക്കാസ് ഗ്രൗണ്ടിൽ വൈകിട്ട് 4 മണിക്ക്. ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് അതൃപ്തി. പരാതിക്ക് പിന്നാലെ പന്തളം പ്രതാപനെ ആലപ്പുഴയുടെ ചുമതലയിൽ നിന്ന് മാറ്റി. ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാറിന് പകരം ചുമതല. UDF-ൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെ സജി മഞ്ഞക്കടമ്പിലുമായി ചർച്ച നടത്തി കേരള കോൺഗ്രസ് എമ്മും BJP-യും. പാർട്ടി പ്രവേശന ചർച്ചകൾ സ്ഥിരീകരിച്ച് സജി മഞ്ഞക്കടമ്പിൽ. സഹപ്രവർത്തകരും കുടുംബവുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും സജി മഞ്ഞക്കടമ്പിൽ. നമസ്കാരം. 24 ഇലക്ഷൻ ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരചിത്രത്തിന് ഇന്ന് അന്തിമ രൂപമാകും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ അവസാനിക്കുകയാണ്. നിലവിൽ 204 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ, പല അപരന്മാരും ഉണ്ടായിരുന്നു, പല തലവേദനകളും ഉണ്ടായിരുന്നു, കുറേയൊക്കെ ഒഴിഞ്ഞുപോയി, മറ്റു ചിലരൊക്കെ ഇപ്പോഴും നിലവിൽ ഉണ്ട്. ആ രീതിയിലാണ് പോകുന്നത്. ഒരു ഏകദേശ ചിത്രമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അല്പം മണിക്കൂറുകൾ എന്ന് പറയാൻ പോലും പറ്റില്ല, അത്ര കൂടിയുള്ളൂ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള ഏറ്റവും അവസാന സമയം എന്നുള്ളത്. എന്താണ് സംസ്ഥാനത്തെ ഒരു ചിത്രം? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടെ അറിയാൻ കഴിയും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണി വരെയാണ് ഇതിനുള്ള സമയമുള്ളത്. സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ് 86 പേരുടെ പത്രിക തള്ളിയതോടെ നിലവിൽ 204 സ്ഥാനാർത്ഥികളാണുള്ളത്. അതേസമയം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നമുക്കറിയാവുന്ന പോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുകയാണ്. മുൻപ് അദ്ദേഹം ഈ ആദ്യഘട്ടത്തിൽ എറണാകുളത്തും പിന്നാലെ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും തൃശ്ശൂരിലും അടക്കം വന്നിരുന്നു. ഈ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ, പ്രത്യേകിച്ച് കരുവന്നൂർ കേസടക്കം വലിയ വിവാദങ്ങൾ ഇങ്ങനെ ചർച്ചയാകുന്നതിനിടെ കൂടിയാണ് ഈ മാസം 15-ന് തൃശൂർ കുന്നംകുളത്തേക്ക് പ്രധാനമന്ത്രി എത്തുക. മാത്രമല്ല ആലത്തൂർ, ചാലക്കുടി, തൃശൂർ മണ്ഡലങ്ങളിൽ BJP-ക്ക് അനുകൂല തരംഗമുണ്ടാകുന്ന പ്രതീക്ഷ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സജീവ ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ സജീവ ഈ മറ്റു ഘട്ടങ്ങളിലേക്ക് കോൺഗ്രസും കടക്കുകയാണ്. കോൺഗ്രസ് പ്രകടന പത്രികയെക്കുറിച്ചുള്ള ജനകീയ ചർച്ച പുരോഗമിക്കുകയാണ്. അതടക്കമുള്ള കാര്യങ്ങളുമായി മുന്നണികൾ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ കളം നിറയുകയാണ്. സ്മിത, ശരി. ഷഫീദ് റാവുത്തറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക അല്പസമയത്തിനകം തന്നെ ഇന്ന് വൈകിട്ട് 3 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. പാർട്ടി പ്രവേശനം സംബന്ധിച്ച് കേരള കോൺഗ്രസ് എമ്മുമായി ചർച്ച നടന്നുവെന്ന് UDF-ൽ നിന്ന് രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ. BJP ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. സഹപ്രവർത്തകരും കുടുംബവുമായി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. ഓപ്പണായിട്ട് ചോദിക്കട്ടെ, കേരള കോൺഗ്രസ് വാണി വിഭാഗം ക്ഷണിച്ചിട്ടുണ്ടോ? അല്ല, കാരണം ഈ കേരള സംസ്ഥാനത്തെ ഏതൊക്കെ പ്രബല പാർട്ടികളുണ്ടോ ആ പാർട്ടികളെല്ലാം എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ അത് അഖിലേന്ത്യാ തലത്തിലുള്ള പാർട്ടികളോ BJP അവർ പോയി ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എല്ലാവരോടും പറഞ്ഞ് ഞാൻ ആലോചിക്കാറുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജോസ് കെ മാണി അനുകൂലമായിട്ടുള്ളൊരു, അതായത് മികച്ച നേതാവാണെന്ന് പറയുന്നു. സജി നിലപാട് വ്യക്തമാക്കിയാൽ ചർച്ച ചെയ്യാം എന്ന് പറയുന്നു. അതാണ് കേരള കോൺഗ്രസിലേക്ക്, അതായത് മാതൃസംഘടനയാണ്. മാണിസാറിന്റെ ചരമവാർഷികം വരികയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ജോസ് കെ മാണി ഇന്നലെ പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തും. അപ്പൊ ഞാൻ മാത്രമല്ലല്ലോ, എന്റെ കുടുംബാംഗങ്ങൾ, എന്നോടൊപ്പം നിൽക്കുന്ന ആളുകൾ, അവരുടെ അഭിപ്രായം കൂടെ നോക്കണ്ടേ? അവരുടെ അഭിപ്രായം കൂടെ മാനിച്ചേ ഞാൻ തീരുമാനിക്കൂ. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ടോബി, സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞത് ഞാൻ മാത്രം തീരുമാനിച്ചാൽ പോരാ, എന്നോടൊപ്പം നിൽക്കുന്നവരുണ്ട്, എൻ്റെ കുടുംബമുണ്ട്, അവരുടെ എല്ലാം ഒരു അഭിപ്രായം കൂടി എടുക്കുമെന്നുള്ള രീതിയിലാണ്. പക്ഷേ ഏകദേശം ഒരു ധാരണയായി കഴിഞ്ഞോ? സ്മിത, എന്തായാലും
സജിയുടെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല. കാരണം എല്ലാവരോടും ഈ ഒരു കാര്യം മാത്രമാണ് സജി പറയുന്നത്. അതായത് നിലവിൽ താൻ ഒന്ന് മാറി നിൽക്കുകയാണ്, തീരുമാനമുണ്ടാകും, പക്ഷെ അത് കുടുംബത്തിന്റെയും ഒപ്പം തന്നെ തന്റെ കൂടെ നിൽക്കുന്ന മറ്റ് സഹപ്രവർത്തകരുടെയും അഭിപ്രായം കൂടി അവരോടും കൂടി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കൂ എന്നാണ്. എന്തായാലും പല ആളുകളും അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടുണ്ട്, BJP-യിൽ നിന്നും ബന്ധപ്പെട്ടിട്ടുണ്ട്. ജോസ് കെ മാണി വിഭാഗം തന്നെ അദ്ദേഹവുമായി ചർച്ച നടത്തിയെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹവും അത് ശരിവെക്കുന്നുണ്ട്. തന്നോട് ഫോണിൽ പലരും സംസാരിച്ചു, പല നേതാക്കളും സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെ വിവിധ പാർട്ടികളിൽ നിന്നും ക്ഷണമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് സജി മഞ്ഞക്കടമ്പിൽ പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത ജോസ് കെ മാണി വിഭാഗത്തിലേക്ക് തന്നെ പോകാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ്. കാരണം മാതൃസംഘടനയാണ്, പാലാ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനം അദ്ദേഹത്തിന് നടത്താൻ സാധിക്കും. മുൻപ് പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിയാണ്. ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ അനുകൂല സാഹചര്യമാണ് കേരള കോൺഗ്രസ് എമ്മിലേക്ക് പോകാൻ. BJP-യുടെ ക്ഷണമുണ്ട്. എന്തായാലും ഈ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വരും ദിവസങ്ങളിലെ അറിയിക്കും. അതിനു മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം അദ്ദേഹം പറയുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷമായിരിക്കും ഏത് പാർട്ടിക്കൊപ്പം പോകണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും ഈ ഒരു സജിയുടെ രാജി വലിയൊരു ചർച്ച കോട്ടയം മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവ ചർച്ചയാണ്. UDF-ന് വലിയൊരു ആശങ്കയുണ്ടാക്കിക്കൊണ്ടായിരുന്നു സജിയുടെ രാജി. എന്നാൽ അതിൽ നിന്നും അവർ റിക്കവർ ചെയ്തു എന്നാണ് ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ പറഞ്ഞത്. കാരണം പകരം വന്നിരിക്കുന്നയാളെന്ന് പറയുന്നത് മുതിർന്ന കേരള കോൺഗ്രസ് നേതാവാണ്, പ്രവർത്തന പരിചയമുള്ള ആളാണ്, കെ മാണിക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചയാളാണ്, EJ അഗസ്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ UDF-ന് സജിയുടെ രാജി ഒരു തരത്തിലും ബാധിക്കില്ല. അനുനയ ചർച്ചകൾ അതോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും UDF-ലേക്കില്ല. മോൻസ് UDF-ൽ നിൽക്കുന്നിടത്തോളം കാലം UDF-ലേക്കും കേരള കോൺഗ്രസിലേക്കും ഇല്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് സജി ഉള്ളത്. എവിടേക്ക് പോകുമെന്നുള്ളതിൽ ഉടൻ തന്നെ ഒരു തീരുമാനം കുടുംബാംഗങ്ങളോടും ഒപ്പം തന്നെ സഹപ്രവർത്തകരോടും കൂടിയാലോചിച്ച ശേഷം സജി പറയുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. സ്മിത, ശരി. കേരള കോൺഗ്രസ് എമ്മിലേക്കോ BJP-യിൽ നിന്നുള്ള ക്ഷണം BJP ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികൾ ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലെല്ലാം തന്നെ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്നാണ് ഇപ്പോൾ സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കുന്നത്. ടോബിയാണ് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും ചേർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ അതൃപ്തി അറിയിച്ച് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. നേതൃത്വത്തെ പരാതി അറിയിച്ചതിനു പിന്നാലെ പന്തളം പ്രതാപനെ ചുമതലയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാറിനാണ് പകരം ചുമതല. മനേഷ് മഹിപാൽ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. മനേഷ്, ശോഭാ സുരേന്ദ്രൻ ഇത്തരം ഒരു ആരോപണം മുന്നോട്ട് വയ്ക്കുന്നു. അല്പസമയത്തിനകം തന്നെ നടപടി ഉണ്ടാകുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്? സ്മിത, ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിലൊരു പരാതി അറിയിച്ചതായി അവർ സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ ചില മാറ്റങ്ങൾ മണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ BJP ആലപ്പുഴ മണ്ഡലം A+ മണ്ഡലമാക്കി മാറ്റി. ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ ചില പരാതികൾ അറിയിച്ചു എന്ന സൂചനകൾ പുറത്തു വന്നു. അതിനെ തുടർന്നാണ് ഇന്ന് അടിയന്തര യോഗം BJP കേന്ദ്ര സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള മണ്ഡലം പ്രസിഡന്റുമാർ, നിയോജക മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് നിലവിൽ ചുമതലയുണ്ടായിരുന്ന പന്തളം പ്രതാപനെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മാവേലിക്കര മണ്ഡലത്തിലേക്ക് മാറ്റി. പകരം മാവേലിക്കര മണ്ഡലത്തിൽ ചുമതലയുണ്ടായിരുന്ന MV ഗോപകുമാർ, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ്, BJP ജില്ലാ പ്രസിഡന്റ്, വീണ്ടും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മാറ്റി. ആദ്യഘട്ടത്തിൽ തന്നെ വിമർശനമുണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റെ മാറ്റി മറ്റ് ഒരു ഘടകകക്ഷി മത്സരിക്കുന്ന BDJS മത്സരിക്കുന്ന മാവേലിക്കര മണ്ഡലം, അതായത് ആലപ്പുഴ ജില്ലയിലെ 2 നിയോജക മണ്ഡലങ്ങൾ മാവേലിക്കരയും ചെങ്ങന്നൂരും മാത്രം ഉൾപ്പെടുന്ന മറ്റൊരു മണ്ഡലത്തിലേക്ക് MV ഗോപകുമാറിനെ അവിടെ ചുമതല കൊടുത്തതിൽ ആദ്യം തന്നെ വിമർശനം ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ കൊടുത്ത പരാതി, അതായത് മനഃപൂർവ്വമായി സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നില്ല, BJP ജില്ലാ പ്രസിഡന്റ് ബോധപൂർവം മാറി നിൽക്കുന്നു, പല പ്രധാനപ്പെട്ട നേതാക്കളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേരിട്ടിറങ്ങുന്നില്ല തുടങ്ങിയ പരാതികളായിരുന്നു കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നത്. നേരത്തെ പത്തനംതിട്ടയിൽ നരേന്ദ്രമോദി വന്ന സമയത്ത് തന്നെ, അതായത് ഏകദേശം ഒരു മാസം മുൻപ് നരേന്ദ്രമോദി വന്ന സമയത്ത് തന്നെ പരാതി അറിയിക്കാൻ ശോഭാ സുരേന്ദ്രൻ ശ്രമിച്ചിരുന്നു. പക്ഷേ നിലവിൽ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ സംഘടനാ സംവിധാനങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുന്നില്ല എന്നാണ് ശോഭയുടെ പരാതി. ഒപ്പം തന്നെ KC വേണുഗോപാൽ ആലപ്പുഴ മണ്ഡലത്തിൽ എപ്പോഴൊക്കെ മത്സരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ BJP-യുടെ വോട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. 2009-ലെയും 2014-ലെയും കണക്കുകളാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. 2009-ൽ BJP-ക്ക് കിട്ടിയത് 19,000 വോട്ടായിരുന്നു. അന്ന് UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലായിരുന്നു. 2014-ലും KC വേണുഗോപാലായിരുന്നു സ്ഥാനാർത്ഥി. അന്ന്
39,000 വോട്ടുകൾ ലഭിച്ചു. പിന്നീട് KC വേണുഗോപാൽ മാറി നിന്ന ഘട്ടത്തിൽ കഴിഞ്ഞ തവണ അത് 1,87,000 വോട്ടുകളായി ഉയർന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ അത്രയും വോട്ടുകൾ ശേഖരിക്കുക സംഘടനാ സംവിധാനം പൂർണ്ണതോതിൽ ചലിപ്പിച്ചാൽ മാത്രമേ കഴിയുള്ളൂ. നിലവിൽ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ മാറി നിൽക്കുന്നു. ശോഭാ സുരേന്ദ്രന്റെ മകൻ അടക്കമുള്ള ആളുകളാണ് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കുന്നത്. നിലവിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ശോഭാ സുരേന്ദ്രൻ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അതിൽ വ്യക്തമാക്കുമെന്ന്. പന്തളം പ്രതാപനെ ആലപ്പുഴയുടെ ചുമതലയിൽ നിന്ന് മാറ്റി ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാറിന് പകരം ചുമതല നൽകിയിരിക്കുകയാണ്. മനേഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വനിതാ വോട്ടർമാരെ കയ്യിലെടുക്കാൻ നടൻ രമേശ് പിഷാരടിയെ രംഗത്തിറക്കിയിരിക്കുകയാണ് UDF. ആലപ്പുഴയിൽ സ്ത്രീകൾ പങ്കെടുത്ത സംവാദത്തിലും മഹിളാ ന്യായ് കൺവെൻഷനിലുമാണ് UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിനൊപ്പം രമേശ് പിഷാരടി എത്തിയത്. രാജ്യത്തെയും സംസ്ഥാനത്തെയും രാഷ്ട്രീയ സാഹചര്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രചാരണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്തിയ രമേശ് പിഷാരടി ഇത്തവണയും രാഷ്ട്രീയം മറച്ചുപിടിക്കാതെ UDFന് വേണ്ടി വോട്ട് തേടിയെത്തി. പതിവ് ശൈലിയിൽ നർമ്മ കലർത്തിയുള്ള പ്രസംഗമായിരുന്നു രമേശ് പിഷാരടിയുടേത്. ഈ പുലി പതുങ്ങുന്നത് പേടിച്ചിട്ടല്ല, കുതിച്ച് ചാടാൻ വേണ്ടിയിട്ടാണ്. പോയ KC അല്ല തിരിച്ചു വന്നിരിക്കുന്നു. നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിന്റെ അമരത്ത് ഏറ്റവും ശക്തമായ സാന്നിധ്യമായി നിലനിൽക്കുന്ന പല കാര്യങ്ങളുടെയും കാര്യമാത്ര പ്രസക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പുള്ള ഒരു ദേശീയ നേതാവായ KC ആയിട്ടാണ് അദ്ദേഹം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ പ്രശ്നങ്ങൾ അറിയാൻ വണ്ടിയുമെടുത്ത് പുറത്തിറങ്ങി പെട്രോൾ അടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നാൽ മതി. വെറുതെ പുറത്തിറങ്ങി ഒന്ന് പെട്രോൾ അടിച്ച് കടയിൽ പോയി അത്യാവശ്യം വീട്ടു സാധനങ്ങൾ മേടിച്ച് വീട്ടിൽ വന്ന് അപ്പം പോയി വരും. എന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് വെറുതെ പേപ്പറെടുത്ത് വായിച്ചു നോക്കിയാൽ, 2 ദിവസത്തെ പേപ്പർ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്താണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾ എങ്ങനെ സ്ത്രീകളെ ദോഷകരമായി ബാധിക്കുമെന്ന് വിശദീകരിച്ചായിരുന്നു KC വേണുഗോപാലിന്റെ വോട്ട് തേടൽ. ഗ്യാസിന്റെ വില കൂട്ടി, നിത്യോപയോഗ സാധനങ്ങളുടെ വില എല്ലാം കൂടുതലാണ്. അപ്പോൾ ജീവിത പ്രാരബ്ധങ്ങളുടെ നടുവിൽ കുടുംബങ്ങൾ നിൽക്കുമ്പോഴും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. സ്വന്തം വീട്ടിലെ മകനൊരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു നിൽക്കുന്ന അമ്മമാർക്ക് ആ ജോലിയില്ലാത്ത പടയുടെ ക്യൂബിന് മുന്നിൽ ഏറ്റവും അവസാനക്കാരനായി തന്റെ മകനെ കാണുമ്പോൾ ഉണ്ടാകുന്ന വ്യഥ ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി അത് കൂടി വരികയാണ്. AICC സംഘടനാ ജനറൽ സെക്രട്ടറി മത്സരിക്കുന്ന ആലപ്പുഴയിൽ കോൺഗ്രസ് പോഷക സംഘടനകളെല്ലാം തന്നെ പ്രചാരണ രംഗത്ത് മുൻനിരയിലുണ്ട്. 24 ആലപ്പുഴ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. രാജ്യത്ത് വിവിധയിടങ്ങളിൽ മുഖ്യമന്ത്രിമാരെ വേട്ടയാടിയിട്ടും കേന്ദ്ര ഏജൻസികൾ പിണറായി വിജയനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല. കർണാടകത്തിൽ BJPയോടൊപ്പം നിൽക്കുന്ന JDS കേരളത്തിൽ ഇടതുമുന്നണിക്കൊപ്പമാണ്. കേരളത്തിൽ ഭരിക്കുന്നത് ഇടതുമുന്നണിയാണോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും DK ശിവകുമാർ തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പറഞ്ഞു. One leader in this country, one chief minister in this country, who is free, who is having an understanding with the BJP. One coin with 2 faces, that is your Kerala chief minister and his family. They have not touched him. I am asking the honorable chief minister of Kerala, why you have not dismissed or disqualified your power minister who is a part of the NDA alliance? സുരജ് സജി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സുരജ്, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ വാശിയും വീറും ഒക്കെ തന്നെ പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കാനും ഉപയോഗിക്കുന്നു അദ്ദേഹം എന്നുള്ളതാണോ? സ്മിത, ഈ ദേശീയ നേതാക്കളെ അടക്കം എത്തിച്ചുകൊണ്ട് തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അങ്ങനെ കൊഴുക്കുകയാണ്. എല്ലാ മുന്നണികളും ഈ ദേശീയ നേതാക്കളെ കളത്തിലിറക്കിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ശക്തമായി കടന്നിരുന്നു. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് K മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ പ്രചാരണാർത്ഥം DK ശിവകുമാർ ഒല്ലൂരിലെത്തിയത്. ആ സമയത്താണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിമാരെ അടക്കം കേന്ദ്രമന്ത്രിമാരെ അടക്കം ED വേട്ടയാടുന്ന സാഹചര്യമാണ് രാജ്യത്തുള്ളത്. പക്ഷേ കേരള മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ മാത്രം നടപടി ഉണ്ടാകുന്നില്ല.
എന്തുകൊണ്ടാണ് നടപടി ഉണ്ടാകാത്തതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ JDS-യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദത്തിലേക്കും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കർണാടകയിൽ BJP-യോടൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ് JDS. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ അത് ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്നുവെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഈ JDS-നെ ഉൾപ്പെടുത്തുന്നതിലൂടെ കേരളത്തിൽ നടക്കുന്നത് ഇടതു ഭരണമാണോ അതോ NDA ഭരണമാണോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്നുള്ളതാണ് DK ശിവകുമാർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം രൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പെൻഷൻ ഉൾപ്പെടെ മുടങ്ങുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് സംസ്ഥാനം പോയി. ഇതിനെല്ലാം പിന്നിലുള്ളത് ഇടതു സർക്കാരിന്റെ ഭരണമാണ്. അതുകൊണ്ട് തന്നെ ഇടതു സർക്കാരിനെതിരായി കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്ന തരത്തിലേക്ക് പോകണം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നടപടികളെയും എല്ലാം രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സംസ്ഥാനത്ത് കോൺഗ്രസിന് പിന്തുണയേറി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തായാലും K. മുരളീധരൻ വോട്ടഭ്യർത്ഥിച്ച ശേഷമാണ് ഒല്ലൂരിൽ നിന്ന് മടങ്ങിയത്. 3 മിനിറ്റ് നേരം അദ്ദേഹവും K. മുരളീധരനും ഒരു ചെറു റോഡ് ഷോയും ഒല്ലൂരിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ദേശീയ നേതാക്കളെ കൂടി എത്തിച്ചുകൊണ്ട് തൃശ്ശൂരിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുകയാണ്. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ ജനമനസ്സറിഞ്ഞ് 24-ന്റെ മെഗാ പ്രീപോൾ സർവേ ആദ്യ ദിനം പുറത്തുവിട്ട 4 മണ്ഡലങ്ങളിലെ ഫലത്തിൽ LDF-ഉം UDF-ഉം ഒപ്പത്തിനൊപ്പം. ഏറ്റവും കൂടുതൽ സാമ്പിളുകൾ ശേഖരിച്ചാണ് 24 സർവേ പൂർത്തിയാക്കിയത്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെയാണ് 24 ഇലക്ഷൻ അഭിപ്രായ സർവേയിലൂടെ ജനമനസ്സറിഞ്ഞത്. വടകര, പൊന്നാനി, ആലപ്പുഴ, ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളിലെ സർവേ ഫലമാണ് ആദ്യ ദിവസം പുറത്തുവിട്ടത്. ഇത് അന്തിമ ഫലമല്ല. സ്വാധീന വിഷയങ്ങൾ മാറിമറിയുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വോട്ടർമാരുടെ മനസ്സിലിരിപ്പറിയാനുള്ള മൂഡ് ട്രാക്കറാണ് 24 അഭിപ്രായ സർവേ. തീപാറും പോരാട്ടം പ്രതീക്ഷിക്കുന്ന വടകരയിൽ മത്സരം ശക്തം. MLA-മാരായ KK ശൈലജയും ഷാഫി പറമ്പിലും നേർക്കുനിരത്തുമ്പോൾ വടകര ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് പൊതുജനാഭിപ്രായം. LDF സ്ഥാനാർത്ഥി KK ശൈലജ മുന്നിലെന്നാണ് സർവേയിൽ പങ്കെടുത്തവരിൽ 45.5% അഭിപ്രായം. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെ സർവേയിൽ പങ്കെടുത്ത 42.9% പിന്തുണച്ചപ്പോൾ NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയെ പിന്തുണച്ചത് 9.9% പേരാണ്. മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായി വിശേഷിപ്പിക്കപ്പെടുന്ന പൊന്നാനി ഇത്തവണയും UDF-നൊപ്പം നിൽക്കുമെന്നാണ് സർവേ ഫലം. UDF സ്ഥാനാർത്ഥി അബ്ദുസമദ് സമദാനിയെ സർവേയിൽ പങ്കെടുത്ത 48.1% പിന്തുണച്ചപ്പോൾ LDF സ്ഥാനാർത്ഥി KS ഹംസയെ പിന്തുണച്ചത് 39.7% പേരാണ്. NDA സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യന് 8.3% പിന്തുണയുണ്ട്. ആലപ്പുഴയിൽ LDF-ഉം UDF-ഉം ശക്തമായ പോരാട്ടം കാഴ്ചവെക്കും. സിറ്റിംഗ് MP AM ആരിഫിനെ പിന്തള്ളി UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ മുന്നേറുമെന്നാണ് സർവേ ഫലം. സർവേയിൽ പങ്കെടുത്ത 41.2% പേർ KC വേണുഗോപാലിനെ പിന്തുണച്ചപ്പോൾ LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MP-യുമായ AM ആരിഫിനെ പിന്തുണച്ചത് 39.7% പേരാണ്. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ 18% പേർ പിന്തുണച്ചു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആറ്റിങ്ങൽ. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ നേരിയ മുൻതൂക്കം LDF-നുണ്ടെന്നാണ് സർവേ ഫലം. കേന്ദ്രമന്ത്രിയെയും സിറ്റിംഗ് MP-യെയും പിന്നിലാക്കി LDF സ്ഥാനാർത്ഥി V. ജോയ് മുന്നിലെത്തുമെന്ന് സർവേയിൽ പങ്കെടുത്ത 38.9% പേർ അഭിപ്രായപ്പെട്ടു. UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MP-യുമായ അടൂർ പ്രകാശ് തൊട്ടുപിന്നിലുണ്ട്. അടൂർ പ്രകാശിനെ 37.2% പേർ പിന്തുണച്ചപ്പോൾ V. മുരളീധരനെ സർവേയിൽ പങ്കെടുത്ത 23.3% പേർ പിന്തുണച്ചു. ഇലക്ഷൻ ഡെസ്ക് 24.